പഹൽഗാം ഭീകരതയുടെ പശ്ചാത്തലത്തിൽ പ്രതിരോധ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി സംയുക്ത സേനാ മേധാവി. NIA-യുടെ 18-അംഗ സംഘം പഹൽഗാമിൽ ദൃക്സാക്ഷികളിൽ നിന്നും മൊഴി രേഖപ്പെടുത്തി. ഇരകളായവർക്ക് നീതി ഉറപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി. ആണവായുധങ്ങൾ ഇന്ത്യക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നുവെന്ന് പാക് മന്ത്രിയുടെ പ്രകോപനം. CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി സംസ്ഥാന സെക്രട്ടേറിയറ്റിലില്ല. പ്രായത്തിൽ ഇളവ് നൽകിയത് ഡൽഹിയിൽ പ്രവർത്തിക്കാനെന്ന് MV ഗോവിന്ദൻ. അവരുടെ അഖിലേന്ത്യാടിസ്ഥാനത്തിലുള്ള സംഘടനാ പ്രവർത്തനം സ്വാഭാവികമായിട്ട് അതിലൂന്നി സംഘടനാ പ്രവർത്തനം നടത്തി മുമ്പോട്ടേക്ക് പോവുക എന്നുള്ളതാണ് പാർട്ടി ഉദ്ദേശം. കേരളത്തിലുള്ളപ്പോൾ സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാമെന്ന് MA ബേബി. പിണറായി ശ്രീമതിയെ ഇറക്കി വിട്ടെന്ന വാർത്ത നിഷേധിച്ച് ശ്രീമതിയും ബേബി. ദേശീയ തലത്തിലാണ് ശ്രീമതി ടീച്ചർ പ്രവർത്തിക്കുന്നത്. ആ പ്രവർത്തനത്തിന്റെ ഭാഗമായി എവിടെല്ലാം പാർട്ടി കമ്മിറ്റികൾ പങ്കെടുക്കണമോ അവിടുത്തെ പാർട്ടി കമ്മിറ്റികളെല്ലാം പങ്കെടുക്കും. ഒരു പാർട്ടി കമ്മിറ്റി പങ്കെടുക്കുന്നതിനും ശ്രീമതി ടീച്ചർക്ക് വിലക്കില്ല. തികച്ചും അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു വാർത്ത. എങ്ങനെയാണ് മാധ്യമങ്ങൾ ഈ രൂപത്തിൽ കൊടുത്തതെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളതിനെ സംബന്ധിച്ച് ഞാൻ അപ്പം തന്നെ എൻ്റെ ഫേസ്ബുക്കിൽ അടിസ്ഥാനരഹിതമാണെന്ന് എഴുതിയിട്ടുണ്ട്. മുസ്ലിം ലീഗ് ഇടതുമുന്നണിയിൽ ചേർന്നാൽ ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്ന് വെള്ളാപ്പള്ളി നടേശൻ. അവർക്ക് അധികാരമാണ് വേണ്ടത്. അധികാരത്തിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ കോൺഗ്രസിനെ തള്ളിയിട്ട് അവരിപ്പറേ വരും. അങ്ങനെ വന്നാൽ താങ്കളൊക്കെ എന്ത് ചെയ്യും? ചിലപ്പോൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും. ഭരണം കിട്ടാൻ ലീഗ് ഏതറ്റം വരെയും പോകുമെന്ന് വിമർശനം. ഇടതുമുന്നണിക്ക് മൂന്നാം ഊഴം ഉറപ്പെന്നും വെള്ളാപ്പള്ളി. പ്രതികരണം ന്യൂസ് 18 ദി പോളിഗ്രാഫി. കോഴിക്കോട് ചേവായൂരിൽ യുവാവിനെ മർദ്ദിച്ചു കൊന്നു. പ്രദേശവാസിയായ അച്ഛനും 2 മക്കളും പിടിയിൽ. പാലാ വള്ളിച്ചിറയിൽ വയോധികനെ സുഹൃത്ത് കുത്തിക്കൊന്നു. തിരുവാതുക്കലിൽ കൊല്ലപ്പെട്ട ദമ്പതികളുടെ മൃതദേഹങ്ങൾ സംസ്കരിച്ചു. തിരുവനന്തപുരത്ത് കോളറ മരണം. ഒരാഴ്ച മുമ്പ് കവടിയാർ സ്വദേശി മരിച്ചത് കോളറ ബാധിച്ചെന്ന് സ്ഥിരീകരണം. കടക്കാവൂരിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് നിർമ്മാണ തൊഴിലാളി ചികിത്സയിൽ. IPL-ൽ മുംബൈക്കെതിരെ ലക്നൌവിന് 216 റൺസ് വിജയലക്ഷ്യം. റയാൻ റിക്കൾട്ടിനും സൂര്യകുമാറിനും അർദ്ധ സെഞ്ചുറി. ഡൽഹി ബംഗളൂരു പോരാട്ടം 7:30.